നെക്സ്റ്റ് 10th ക്വസ്റ്റ്യൻ ആണ്. 10th ക്വസ്റ്റ്യൻ വരുന്നത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു കോസ് എക്സ് ആണ്. അപ്പോൾ ഇവിടെ എന്ത് വരും? ലിമിറ്റ് എഫ് ഡാഷ് എക്സ് എന്ന് പറയുമ്പോൾ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എച്ച് എന്ന് വരും. ദാറ്റ് ഈസ് ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 കോസ് എക്സ് പ്ലസ് എച്ച് മൈനസ് കോസ് എക്സ് ഓൾ ഡിവൈഡഡ് ബൈ എച്ച്. ലിമിറ്റ് എച്ച് ടെൻസ് ടു 0. ഈ 1/hനെ മാറ്റി നിർത്തിയാൽ ബാക്കിയുള്ളത് എന്താണ്? കോസ് എക്സ് പ്ലസ് എച്ച് മൈനസ് കോസ് എക്സ്. ഇതെന്ന് പറഞ്ഞാൽ കോസ് എ മൈനസ് കോസ് ബി ഫോമില. എന്താണ് കോസ് എ മൈനസ് കോസ് ബി? -2 സൈൻ എ പ്ലസ് ബി ബൈ 2 സൈൻ എ മൈനസ് ബി ബൈ 2. അപ്പോൾ -2 സൈൻ എക്സ് പ്ലസ് എച്ച് പ്ലസ് എക്സ് ദാറ്റ് ഈസ് 2x പ്ലസ് എച്ച് ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു സൈൻ എക്സ് പ്ലസ് എച്ച് മൈനസ് എക്സ് എച്ച് ഡിവൈഡഡ് ബൈ 2. ഓക്കെ. ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 1/h ഇൻറ്റു ഇവിടെ സൈൻ 2x പ്ലസ് എച്ച് ബൈ 2നെ അങ്ങനെ തന്നെ എഴുതി. ആ -2ൻ്റെ കാര്യം ഞാൻ എന്താ ചെയ്യാമെന്ന് പറയാം. 2x പ്ലസ് എച്ച് ബൈ 2. ഇവിടെ സൈൻ എക്സ് ബൈ എക്സ് ഫോമിലാക്കാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ എന്ത് ചെയ്യാം? സൈൻ എച്ച് ബൈ 2 ഡിവൈഡഡ് ബൈ ഈ 1/hനെ ഇവിടെ കൊണ്ടുവരാണ് എച്ച് ഡിവൈഡഡ് ബൈ ഈ -2 ഉണ്ടല്ലോ, ഈ മൈനസിനെ ഇവിടെ നിർത്തിയിട്ട് 2നെ താഴത്തേക്ക് കൊണ്ടുവരാം. അപ്പോൾ ഇവിടെ എന്താവും? സൈൻ എച്ച് ബൈ 2 ബൈ എച്ച് ബൈ 2 ആവും. രണ്ടിനും സെപ്പറേറ്റ് ലിമിറ്റ് അപ്ലൈ ചെയ്യുക. ലിമിറ്റ് എച്ച് ടെൻസ് ടു 0. അപ്പോൾ ഇവിടെ എന്ത് വരും? എച്ചിന് 0 കൊടുക്കുമ്പോൾ മൈനസ് സൈൻ 2x ബൈ 2ൽ എക്സ് എന്ന് വരും. 2x ബൈ 2 എന്ന് പറഞ്ഞാൽ എക്സ് എന്ന് വരും. ഇൻറ്റു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 ഇത് ഏത് ഫോമിലായി? സൈൻ എക്സ് ബൈ എക്സ് ഫോമിലായി. സോ ഇതെന്താവും? 1 ആവും. ആൻസർ എന്താണ്? മൈനസ് സൈൻ എക്സ്. ഓക്കെ. നമുക്ക് 11th ക്വസ്റ്റ്യൻ ആണുള്ളത്. 11th ക്വസ്റ്റ്യനിൽ കുറേ അധികം സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. 7 സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമുക്ക് ഓരോന്ന് നോക്കാം. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ് ആണ്. സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ്. ഓക്കെ. അപ്പോൾ നമ്മൾ എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എച്ച്. അപ്പോൾ എന്ത് വരും? എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് എന്ന് പറയുമ്പം സൈൻ എക്സ് പ്ലസ് എച്ച് ഇൻറ്റു കോസ് എക്സ് പ്ലസ് എച്ച്. ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 ഉണ്ട്. അതിപ്പോൾ ഞാനിപ്പോൾ എഴുതാത്തത് സ്ഥലത്തിൻ്റെ ലിമിറ്റേഷൻ കൊണ്ടാണ് കേട്ടോ. മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുമ്പം സൈൻ എക്സ് കോസ് എക്സ് ഹോൾ ഡിവൈഡഡ് ബൈ എച്ച്. ഓക്കെ. ഇവിടെ സൈൻ എക്സ് പ്ലസ് എച്ച് കോസ് സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി ഫോമിലാണ്. പക്ഷേ ഇവിടെ നമ്മൾ ഒരു 2 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുകയും ഡിവൈഡ് ചെയ്യുകയും ചെയ്യുകയാണ്. അപ്പോഴാണ് 2 സൈൻ എ കോസ് ബി ഫോമിലാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ 2 വെച്ചിട്ട് ഇവിടെ ഞാൻ ഈ സ്റ്റെപ്പിൽ തന്നെ ഇങ്ങനെ ചെയ്യാണ്. 2 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഡിവൈഡ് ചെയ്തു. ഓക്കെ. അപ്പോൾ 1/2h ഇൻറ്റു 2 സൈൻ എക്സ് പ്ലസ് എച്ച് കോസ് എക്സ് പ്ലസ് എച്ച് മൈനസ് 2 സൈൻ എക്സ് കോസ് എക്സ് എന്നായി. അപ്പോൾ 2 സൈൻ എക്സ് പ്ലസ് എച്ച് കോസ് എക്സ് പ്ലസ് എച്ച് എന്ന് വെച്ചാൽ എന്താണ്? 2 സൈൻ എ കോസ് ബി ഫോമിലല്ലേ. അപ്പോൾ എന്ന് വെച്ചാൽ സൈൻ 2a എന്ന് എഴുതാം. അതായത് 1/2h ഇൻറ്റു സൈൻ 2 ഇൻറ്റു എക്സ് പ്ലസ് എച്ച് മൈനസ് 2 സൈൻ എക്സ് കോസ് എക്സ് എന്ന് പറയുമ്പം സൈൻ 2x. ഓക്കെ. ഇനി എന്ത് ചെയ്യാം? ലിമിറ്റ് എച്ച് ടെൻസ് 0 ഇപ്പം സ്ഥലത്തിൻ്റെ പ്രശ്നമില്ലാത്തതുകൊണ്ട് എഴുതാണ്. ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 1/2h ഇൻറ്റു ഇവിടെ സൈൻ എ മൈനസ് ഇവിടെ സൈൻ 2 ഇൻറ്റു എക്സ് പ്ലസ് എച്ച് പ്ലസ് മൈനസ് സൈൻ 2x എന്നുണ്ട്. ഇതിന് നമുക്ക് എന്ത് ചെയ്യാം? എക്സ്പാൻഡ് ചെയ്യാം. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്ത് വരും? 2 കോസ് എ പ്ലസ് ബി ബൈ 2 സൈൻ എ മൈനസ് ബി ബൈ 2 എന്ന് വരും. അപ്പോൾ 2 കോസ് 2x പ്ലസ് 2h പ്ലസ് 2x. അപ്പോൾ എന്ത് വരും? 4x പ്ലസ് 2h ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു സൈൻ എ മൈനസ് ബി ബൈ 2 എന്ന് പറയുമ്പം 2x പ്ലസ് 2h മൈനസ് 2x ദാറ്റ് ഈസ് 2h ഡിവൈഡഡ് ബൈ 2. ഓക്കെ. ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 ഇവിടെ ഈ 2ഉം 2ഉം കട്ടായിപ്പോയി. 1/h ഉണ്ട്. 1/h ഇൻറ്റു കോസ് 4x പ്ലസ് 2h ബൈ 2നെ എങ്ങനെ എഴുതാം? 2x പ്ലസ് h എന്ന് എഴുതാം. ഓക്കെ. ഇൻറ്റു സൈൻ 2h ബൈ 2നെ സൈൻ
എച്ച് എന്ന് എഴുതാം. ഈ 1/hനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നാൽ സൈൻ എച്ച് ബൈ എച്ച് ആയി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ലിമിറ്റ് സെപ്പറേറ്റ്ലി അപ്ലൈ ചെയ്യാം. ഇവിടെ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 കൊടുക്കാം. അപ്പോൾ എന്ത് വരും, cos 2x ഇൻറ്റു ലിമിറ്റ് എച്ച് ടെൻസ് 0 സൈൻ എച്ച് ബൈ എച്ച് എന്ത് വരും, 1. സോ ആൻസർ ഈസ് cos 2x. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സീക്ക് എക്സ്. സീക്ക് എക്സിന് ഇവിടെ തന്നെ നമുക്ക് എങ്ങനെ എഴുതാം, 1/cos x എന്ന് എഴുതാം. ഓക്കെ, ഇനി നമുക്ക് കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്യാം. ഡിനോമിനേറ്റർ ഇൻറ്റു ടി ബൈ ഡി എക്സ് ഓഫ് ന്യൂമറേറ്റർ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് എന്താവും, 0 ആവും. മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ഡിനോമിനേറ്റർ, കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്, മൈനസ് സൈൻ എക്സ് ആണ്. സോ ഇത് പ്ലസ് ആവും, സൈൻ എക്സ് ഹോൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ കോസ് സ്ക്വയർ എക്സ്. ഫസ്റ്റ് ടേം 0 പ്ലസ് സൈൻ എക്സ് എന്ന് പറയുമ്പം സൈൻ എക്സ് ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ എക്സ് എന്ന് വന്നു, കോസ് സ്ക്വയർ എക്സ്. ഇവിടെ ഒരു സൈൻ എക്സ് ബൈ കോസ് എക്സ് ഒരുമിച്ച് എടുക്കുകയാണ് ആൻഡ് ഇൻറ്റു 1/cos x എന്ന് എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഇതിലെങ്ങനെ വരും, 1/cos x സീക്ക് എക്സ് വരും, ഇൻറ്റു സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്ത് വരും, ടാൻ എക്സ് വരും. സോ ഡെറിവേറ്റീവ് എന്താണ്, സീക്ക് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്, സീക്ക് എക്സ് ഇൻറ്റു ടാൻ എക്സ്. സീക്ക് എക്സിൻ്റെ ഡെറിവേറ്റീവ് ഒക്കെ ഓർത്ത് വെച്ചോളണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 5 സീക്ക് എക്സ് പ്ലസ് 4 കോസ് എക്സ്. ഇവിടെ നമ്മൾ ഡെറിവേറ്റീവ് 5 സീക്ക് എക്സ് പ്ലസ് 4 കോസ് എക്സ് ആണ്. സീക്ക് എക്സിൻ്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം, 5 ഇൻറ്റു സീക്ക് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ, സീക്ക് എക്സ് ഇൻറ്റു ടാൻ എക്സ്. തൊട്ട് മുന്നേ ചെയ്ത ക്വസ്റ്റ്യൻ അതിൻ്റെ ആൻസർ പഠിക്കണം. അതായത് സീക്ക് എക്സിൻ്റെ ഡെറിവേറ്റീവ് സീക്ക് എക്സ് ഇൻറ്റു ടാൻ എക്സ് എന്ന് പഠിച്ചു വെക്കണം. പ്ലസ് കോസ് എക്സ്, 4 കോസ് എക്സ് എന്ന് പറയുമ്പോൾ കോസ് എക്സിൻ്റെ മൈനസ് സൈൻ എക്സ് ആണ്. സോ -4 സൈൻ എക്സ് എന്ന് വരും. ഓക്കെ.